BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. PSC പരീക്ഷയിലും അഭിമുഖത്തിലും റാങ്ക് പട്ടികയിലും ഗുരുതര ക്രമക്കേടുകളും രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടായി എന്ന ആരോപണം അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പാകെ നിരവധി ഉദ്യോഗാർത്ഥികൾ മൊഴി കൊടുക്കാൻ എത്തി. സംസ്ഥാന സർക്കാർ ക്രൈംബ്രാഞ്ചിന് വിട്ട അന്വേഷണത്തിൽ IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വെള്ളിയാഴ്ചയാണ് കേസിൽ മൊഴിയെടുക്കാൻ ആരംഭിച്ചത്. പരീക്ഷയിലും അഭിമുഖത്തിലും റാങ്ക് പട്ടികയുടെ നിർണയത്തിലും വൻതോതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണമാണ് ഉയർന്നിട്ടുള്ളത്. എഴുത്തു പരീക്ഷയുടെ മാർക്കും വിശദാംശങ്ങളും PSC അംഗങ്ങൾക്ക് ചോർത്തി നൽകി അഭിമുഖത്തിൽ കൂടുതൽ മാർക്ക് നൽകിയ ക്രമക്കേടുകളും പരാതിക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. PSC അംഗങ്ങളും മുതിർന്ന ഉദ്യോഗസ്ഥരും ഗൂഢാലോചന നടത്തിയതിനെ തുടർന്നാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർക്ക് വൻതോതിൽ നിയമനം ലഭിച്ചത് എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നിട്ടുള്ളത്. സംസ്ഥാന ആസൂത്രണ ബോർഡിലെ ചീഫുമാർ, KAS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, DYSPമാരുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് എന്നീ നിയമനം സംബന്ധിച്ച ക്രമക്കേടുകളാണ് ആദ്യഘട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം പരിഗണിക്കുന്നത്. പ്രാഥമിക തെളിവുകൾ വിലയിരുത്തിയതിനു ശേഷം FIR രജിസ്റ്റർ ചെയ്യുകയും കൂടുതൽ പരാതികളിലെ അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുമെന്നാണ് അറിയുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമാകുന്നത് PSCയിലെ ഡിജിറ്റൽ തെളിവുകളാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് ചോർത്തുകയും ഇവർ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയുന്ന തരത്തിൽ മാർക്കിൽ ക്രമക്കേട് നടത്തുകയും അഭിമുഖത്തിന് മികച്ച മാർക്ക് നൽകുകയും ചെയ്തു എന്ന ആരോപണത്തിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി, കമ്പ്യൂട്ടറിലെ രേഖകൾ, PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ഫോൺ വിളി, ഇവർ ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ പരിശോധിക്കേണ്ടി വരും. KAS പരീക്ഷയിൽ ഉന്നത രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കൾക്കും സംഘടനാ നേതാക്കളുടെ ബന്ധുക്കൾക്കും വിജയിക്കാനും ഉയർന്ന റാങ്ക് നേടാനും ഇടയായ സാഹചര്യം രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രത്യേകം പരിശോധിക്കും. ഡിജിറ്റൽ തെളിവുകൾ വേണ്ട രീതിയിൽ വിലയിരുത്തിയാൽ തന്നെ ഇതിലെ ക്രമക്കേടുകൾ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അന്വേഷണം തുടരുമ്പോൾ തന്നെ PSCയിലെ പഴയ ഉത്തരക്കടലാസ് അടക്കമുള്ള രേഖകൾ നശിപ്പിക്കാനുള്ള നീക്കവുമായി PSC മുന്നോട്ടു പോവുകയാണ്. അന്വേഷണം വഴിമുട്ടിക്കാനും രേഖകൾ ഇല്ലാതാക്കാനും കഴിഞ്ഞാൽ ക്രമക്കേട് പുറത്തു വരില്ല എന്നാണ് അവർ കരുതുന്നത്. 2017 മുതൽ 2023 വരെയുള്ള 642 പരീക്ഷകളുടെ OMR ഷീറ്റുകളും വിവരണാത്മക ഉത്തരപേപ്പറുകളുമാണ് നശിപ്പിക്കുവാൻ PSC തീരുമാനിച്ചത്. പരീക്ഷകളെക്കുറിച്ച് വിവാദമുണ്ടായ സമയത്താണ് PSC ഈ തീരുമാനം എടുത്തത്. വർഷങ്ങൾ കൂടുമ്പോൾ പഴയ രേഖകൾ നശിപ്പിക്കുന്നത് പതിവാണ്. പക്ഷേ കേസോ പരാതികളോ വന്നാൽ അത്തരം പരീക്ഷാ രേഖകൾ നശിപ്പിക്കില്ല. പക്ഷേ ഇപ്പോൾ വിവാദമായ ആസൂത്രണ ബോർഡ് ചീഫ് തസ്തികയുടെ പരീക്ഷ 2023 നടന്നത്. പരീക്ഷാ പേപ്പറുകൾ നശിപ്പിക്കാനുള്ള നീക്കം നിർത്തിവെക്കണമെന്ന ആവശ്യം ഉദ്യോഗാർത്ഥികളും യുവജന സംഘടനകളും ഉയർത്തിയിട്ടുണ്ട്. ഇതിനിടെ PSCയിലെ ക്രമക്കേടുകളെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണത്തിന്റെ നിയമസാധുതയും അന്വേഷണത്തോടുള്ള സഹകരണവും സംബന്ധിച്ച് PSC യോഗം തീരുമാനമെടുക്കും. അന്വേഷണത്തോട് സഹകരിക്കാതിരുന്നാൽ സർക്കാർ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന ആശങ്ക PSC ചെയർമാനും അംഗങ്ങൾക്കുമുണ്ട്. സർക്കാർ അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ ശ്രമിച്ചാൽ വ്യാപകമായ പരാതി ഉയരുകയും കോടതികൾ കേസെടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അന്വേഷണത്തെ കോടതി തടയാൻ സാധ്യതയില്ല എന്ന ആശങ്കയും PSCയിലെ ഉന്നതർക്കുണ്ട്. ഇതിനിടെ ക്രമക്കേട് നടന്നുവെന്ന പരാതി ഉയർന്ന പരീക്ഷകളുടെ രേഖകളും ഉത്തരപേപ്പറുകളും അടക്കം മുഴുവൻ വിശദാംശങ്ങളും ആവശ്യപ്പെട്ട് PSCക്ക് പ്രത്യേക അന്വേഷണ സംഘം കത്ത് നൽകും. പരാതി ഉയർന്ന തസ്തികകളുടെ ചോദ്യപേപ്പറുകളും അഭിമുഖങ്ങളുടെ രേഖകളും അടക്കം ഒന്നും നശിപ്പിക്കരുതെന്ന നിർദ്ദേശവും നൽകിയേക്കും. കഴിഞ്ഞ 10 വർഷത്തെ PSC പരീക്ഷകളുടെ മുഴുവൻ രേഖകളും പരിശോധിക്കണമെന്ന ആവശ്യവുമായി വിവിധ യുവജന സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിലെ എക്സ്റ്റൻഷൻ ഓഫീസർ, PRDയിലെ അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ തുടങ്ങിയ തസ്തികകളിലും വൻ ക്രമക്കേട് നടന്നതായ ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച പരാതികളും പ്രത്യേക അന്വേഷണ സംഘത്തിനും സംസ്ഥാന സർക്കാരിനും ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് ലഭിച്ച പരാതികൾ മുഴുവൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഏറ്റവും സുതാര്യമായിരുന്ന കേരള PSC അഭിമുഖത്തിനും റാങ്ക് നിർണയത്തിനും രാഷ്ട്രീയ നേതാക്കളുടെ ബന്ധുക്കളും ശിങ്കിടികളും കടന്നുകൂടിയതും യോഗ്യതയുള്ളവർ തള്ളപ്പെട്ടതും ഉദ്യോഗാർത്ഥികളെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്.
PSCയുടെ വിശ്വാസ്യതയും സുതാര്യതയും വീണ്ടെടുക്കുക എന്ന ഭഗീരഥ പ്രയത്നമാണ് അന്വേഷണ സംഘത്തിന്റെയും പുതിയ സർക്കാരിന്റെയും മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.